ഹായ്, ഹലോ. നമ്മളിന്ന് ഓടാനിറങ്ങിയത് ഒരുപാട് വൈകിയാണ് ഇറങ്ങിയത്. ഒരുപാട് വൈകിയെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ഉള്ള. അപ്പം ഞാനിന്ന് ഒരു 11 മണിയായപ്പോഴാണ് ഇന്ന് ഓടാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ ആലുവയിൽ നമ്മളിപ്പോൾ ഈ ഓടാനിറങ്ങിയ സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആലുവയിൽ ഞായറാഴ്ച പൊതുവെ ഓട്ടം കുറവാണ്. എന്നുവെച്ചാൽ ടൗണിലൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഓട്ടം എനിക്ക് ഇത്രയും നാളായിട്ട് ഓടിയിട്ട് എനിക്ക് ഞായറാഴ്ച ഓട്ടം കുറവാണ്. പിന്നെ ഞാൻ ഇന്ന് പോയായിരുന്നു. ഒരു 3 ട്രിപ്പാണ് നമ്മളിന്ന് ആകെ എടുത്തിട്ടുള്ളൂ. 3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക, കിലോമീറ്റർ കൂടുതലായിട്ടുള്ള നമ്മൾ പിക്ക് ചെയ്യാൻ പോകേണ്ടത് ഒരുപാട് ദൂരം. അങ്ങനെയൊക്കെ വരുമ്പോൾ പൈസ വളരെ കുറവ്. അതുകൊണ്ട് തന്നെ നമ്മളത് അക്സെപ്റ്റ് എടുത്തില്ലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്കത് ഇതല്ല. പിന്നെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഊബർ വിളിക്കണവരുടെ ഒരു ശ്രദ്ധയ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂബർ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അടുത്തെത്താറാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു പക്ഷേ ആ റൈഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 1.5 കിലോമീറ്ററോ അല്ലെങ്കിൽ 2 കിലോമീറ്ററോ അവിടെ നിന്നായിരിക്കുള്ളൂ നിങ്ങളെ ഈ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു എത്താനൊരു 300 മീറ്റർ അല്ലെങ്കിൽ കഷ്ടി ഒരു 200 മീറ്ററൊക്കെ ഉള്ള സമയത്ത് തന്നെ നിങ്ങളത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ വിഷയം പറ്റുന്നത് വെച്ചാൽ 2 കിലോമീറ്റർ അപ്പുറം നിന്നൊക്കെ താണ്ടിയായിരിക്കുള്ളൂ നമ്മൾ ഈ ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നത്. നിസ്സാര ഫെയറാണ് കിട്ടണമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ കേസിൽ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ അപ്പുറത്താണ് കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അടുത്ത വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ക്യാൻസൽ ചെയ്യണമെന്നാണ് കുറേ പേരുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വണ്ടി ബുക്ക് ചെയ്ത് നിങ്ങൾ കിലോമീറ്റർ ദൂരെ കാണിക്കുമ്പോൾ നിങ്ങൾ ആ വണ്ടി ബുക്ക് ചെയ്ത ആ ഡ്രൈവറൊന്ന് വിളിക്കുക. നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ യൂബർ വഴി കോൺടാക്ട് ചെയ്യാൻ പറ്റും ആ ഡ്രൈവറെ. അപ്പോൾ ഡ്രൈവറെ വിളിച്ചിട്ട് നിങ്ങളെവിടെ എത്തി, എപ്പോൾ എത്തും എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക. കാരണം നിങ്ങൾ യൂബറിൽ കാണുന്ന ആ കിലോമീറ്റർ ദൂരം വെച്ചിട്ട് നിങ്ങൾ ആ റൈഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഡ്രൈവർ ചിലപ്പോൾ 300 മീറ്റർ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ മാപ്പിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ കിലോമീറ്റർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാണിക്കും, ചിലപ്പോൾ കുറച്ച് കാണിക്കും. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റൈഡ് അടിച്ച് 2-2.5 കിലോമീറ്റർ കാണിച്ച് ഞാൻ അപ്പം തന്നെ അവർ വിളിക്കും, കൺഫേം ആക്കും. കാരണം വെച്ചാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ ബ്ലോക്കാണ്, അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവട്ടോ എന്നൊക്കെ പറയും. കാരണം വെച്ചാൽ മാപ്പ് ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങൾ അതിലുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഉണ്ടായ 2-3 അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നാട്ടിൽ ചെന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ യൂബർ ഓൺ ചെയ്യും. ഈ യൂബർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓട്ടടിക്കും, സ്വാഭാവികമായിട്ട് നമുക്ക് ഓട്ടടിക്കും. അപ്പോൾ നമ്മൾ ഈ ഓട്ടോ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഓട്ടോ അടിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അടിക്കുമ്പോൾ അങ്ങനെയൊക്കെ അടിക്കും. അപ്പോൾ ഇവർ നോക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ഓട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ റൈഡ് അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 150 മീറ്റർ കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വീടിൻ്റെ അവിടെ എത്തുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ അറിയണം, അയ്യോ അത് ആ ചേട്ടനായിരിക്കുമോ എന്നുള്ള രീതിയിൽ, അറിയണ ആളാണല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോൾ യൂബർ വിളിക്കണതോ അല്ലെങ്കിൽ മറ്റുള്ള ഓട്ടോറിക്ഷക്കാരെ ഓട്ടോ വിളിക്കണതോ അതൊക്കെ ഓരോ വ്യക്തികളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനാണ് അവർ വണ്ടി വിളിക്കണം. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള വണ്ടി അവർ വിളിച്ച് യാത്ര ചെയ്യും. അതിലിപ്പോൾ നമുക്കൊന്നും വരാനില്ല. ഇപ്പോൾ ഞാനിപ്പോൾ യൂബർ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അയ്യോ ആ ചേട്ടൻ ഞാൻ ഇപ്പോൾ യൂബർ വിളിച്ച് പോയത് ആ ചേട്ടൻ അറിഞ്ഞാൽ അത് അങ്ങനെയൊന്നും നിങ്ങളാരും ചിന്തിക്കേണ്ട. കാരണം നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ വണ്ടി വിളിച്ച് പോകാൻ, നിങ്ങൾക്ക് അതെല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി നമ്മളത് ഒരു ഇതാവണ്ട. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ ഓടി തുടങ്ങിയ ശേഷം എനിക്കൊരു 3-4 അനുഭവങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്ത് എത്താറാകുമ്പോഴായിരിക്കുള്ളൂ ഇവർ ക്യാൻസൽ ചെയ്യണം. ചില ആൾക്കാരെ നമ്മൾ ചെന്നിട്ട് വിളിച്ചിട്ട് നമ്മൾ അറിയിവിടെ കൊടുത്ത് നമ്മൾ ആളെ വിളിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോൺ ചിലപ്പോൾ എടുക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കിലോമീറ്ററിൽ താണ്ടിയിട്ടാണ് നമ്മളിത് വന്നതെന്നും കൂടി നമ്മൾ ചിന്തിക്കണം, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഇതുണ്ടായിട്ട് പറഞ്ഞല്ല കേട്ടോ. നമുക്ക് ഇന്ന് വരെ അങ്ങനെ പറ്റില്ല. ഇന്നലെ ലാസ്റ്റ് ഞാൻ വന്ന ട്രിപ്പ് നല്ല കസ്റ്റമർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എടപ്പള്ളിയിലാണ് നമ്മൾ ഓട്ടം ലാസ്റ്റ് ഇന്നലെ പോയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇടത്തലേക്ക് ഓട്ടം അടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഇടത്തലേന്ന് വന്ന ടീം അവർ വന്നിട്ട് എന്താ പറയുക, കോമ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ചേട്ടാ ഒരു 5 മിനിറ്റ് നിർത്തോ. ഞാൻ പറഞ്ഞ്
5 മിനിറ്റ് ഓക്കെ കുഴപ്പമില്ല, കാരണം യൂബറിൽ വെയിറ്റിംഗ് ഇല്ല കേട്ടോ, നിങ്ങൾ ഞാൻ നിർത്തി തരാം എന്ന് പറഞ്ഞ്. അപ്പോൾ നിർത്തി കഴിഞ്ഞ് അവർ പറഞ്ഞ് ഓക്കെ. അവർ പോയിട്ടെന്താ സംഭവം അറിയോ, അവർ പായസം വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് കഴിക്കണ്ട, വണ്ടിയിലോട്ട് കൊണ്ടുവരിക, അയക്കാക്കും കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കസ്റ്റമർ വരെ ഉണ്ട്. നമ്മൾക്ക് എനിക്ക് കിട്ടിയേക്കണേൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളോട് നല്ല രീതിയിൽ പോണ ഒരു കസ്റ്റമർ കിട്ടിയേക്കണം. പിന്നെ ചില ആൾക്കാരുണ്ട് അവരെന്തോ വന്ന് വണ്ടി ഇതാക്കി അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങിപ്പോവും, അത് അവരുടെ ഒരു ഇത്. പക്ഷേ അത് നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ നല്ല നല്ല ഓട്ടങ്ങൾ വിളിച്ച് നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ യാത്ര അതാ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളായാലും ഒന്നും നമുക്കിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി ഓടണം, നമ്മളൊരു പൈസ തന്നെ ആ പൈസ വാങ്ങിക്കണം ഒക്കെ. പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ റൈഡ് ക്യാൻസൽ ചെയ്യണേക്കാട്ടി മുമ്പ് ഈ യൂബറിലെ ഡ്രൈവറെ ഒന്ന് വിളിക്കുക, ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കാണിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ 2 കിലോമീറ്റർ അപ്പുറം നിന്ന് കയറിയുള്ളൂ ഈ ഓട്ടോ എടുത്തിട്ട് നമ്മളങ്ങോട്ട് വരണത്. അപ്പോൾ ഈ വന്ന സമയത്ത് ചിലപ്പോൾ നിസ്സാര ദൂരത്തെത്തുമ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളീ പറഞ്ഞേട്ടാ. പിന്നെ അതൊക്കെ പോട്ടെ. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് എനിക്കപ്പോൾ ഒരു കാർ എടുത്തിട്ട് യൂബർ ഓടാറുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർ എടുത്ത് യൂബർ ഓടാനും ഓട്ടോറിക്ഷ എടുത്ത് യൂബർ ഓടാനും തീരുമാനിച്ച ആളല്ല ഞാൻ. എനിക്ക് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടിലും എൻ്റെ കൂടെ ഉണ്ടായത് ഓട്ടോറിക്ഷ തന്നെയാണ്, കാറൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ആ സമയത്ത് നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടി തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ വണ്ടി എടുത്ത് സ്കൂൾ ട്രിപ്പൊക്കെ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ 5-6 മാസത്തേക്ക് ഓട്ടോറിക്ഷ വിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് അപ്പോഴാണ് ഓട്ടോറിക്ഷ എന്താണെന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, അത് ഓടിച്ചും കൂടെ നടക്കണവർക്കാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓട്ടോറിക്ഷയുള്ളോ അവൻ എന്ത് കിട്ടും എന്നുള്ള ചിന്താഗതിയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷ തന്നെയാണ്, അതിന് നല്ല വരുമാനമുണ്ട്, ഇല്ലായ്കയൊന്നുമില്ല. ഒരു കുടുംബം അന്തസ്സായിട്ട് ജീവിച്ചാലുള്ള ഒരു വരുമാനം ഓട്ടോറിക്ഷയിൽ നിന്ന് ആ ഓട്ടോറിക്ഷ നമുക്ക് തരും, നമ്മൾ ഓടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കാറെടുത്ത് ഓടാനോ അതൊന്നും, ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് യൂബർ ഓടാനെ പറ്റി ആലോചിച്ചിട്ടേ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു വണ്ടി എടുത്ത് സ്റ്റാൻഡിൽ കൊണ്ടുവരാൻ വൈകുന്നേരം വീട്ടിലോട്ട് പോരാ, അത് വേണ്ട. അപ്പോൾ നമുക്ക് ഓട്ടം എന്തെങ്കിലും ഓടാലോ, നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തൊക്കെ പറഞ്ഞ് അവരൊക്കെ ഓടണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെ നമുക്ക് ചെയ്ത് ശരിയാക്കി തന്നാണ് ഈ സംഭവം. അങ്ങനെയാണ് നമ്മളിത് ഓടാൻ തുടങ്ങിയത്. അപ്പോൾ കാർ എടുത്തിട്ട് നമുക്ക് യൂബർ ഓടാനൊന്നും താല്പര്യമില്ല. അങ്ങനെയാണ് പിന്നെ എൻ്റെ ഇപ്പോൾ വലിയ വണ്ടി എനിക്ക് യൂബറിൽ ആഡ് ചെയ്യുക, നമ്മളത് ചെയ്യാറില്ല, നമുക്കത് വേണ്ട, നമുക്ക് ഓട്ടോറിക്ഷ ഓടിയാൽ മതി. അതാണ് നമ്മൾ നമുക്ക് എന്തോരം കഷ്ടപ്പാടുകളിൽ പോയ സമയത്തും നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യം നടത്തി തന്നത് നമ്മുടെ ഓട്ടോറിക്ഷ തന്നെയാണ്. നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞിട്ടില്ലേ പാടിയിരുന്നത് അതേപോലെ തന്നെ. കാരണം പുള്ളിയുടെ ജീവിതം പറഞ്ഞില്ലേ, ആ ഒരു സംഭവം തന്നെ എപ്പോഴും നമ്മളത് തന്നെ, നമുക്ക് ഓട്ടോറിക്ഷ അതാണ് നമ്മുടെ ഒരു ഇത്. നമുക്കത് വിട്ടിട്ട് നമുക്കിപ്പോൾ എത്ര വലിയ വണ്ടി വന്നാലും എന്ത് വന്നാലും നമുക്ക് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം വേറൊരു വണ്ടിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാർ എടുത്ത് ഓടുന്ന കേസൊന്നും നമ്മൾ തീരുമാനിച്ചാൽ. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, എനിക്ക് യൂബർ ഓടാൻ നീ തീരുമാനിച്ചെങ്കിൽ അപ്പോൾ നീ കാർ എടുത്തിട്ട് ഓടാറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കാർ എടുക്കണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്തത് തന്നെ. കാരണം ഓട്ടോറിക്ഷയാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായി, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായി നമ്മുടെ ഓട്ടോറിക്ഷ തന്നെയാണ്. അപ്പോൾ പിന്നെ അതാണ് നമുക്ക് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് എടുത്ത്. അപ്പോൾ ഞാൻ യൂബർ ഓടാൻ തീരുമാനിച്ചെടുത്ത വണ്ടി അല്ല. ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ എന്താ നാട്ടിൽ എല്ലാവരും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ചിന്തയിൽ അങ്ങനെയൊക്കെ എടുത്ത വണ്ടിയാണ്. അപ്പോൾ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് വെറുതെ ഇടണ്ടല്ലോ, അത് നമ്മൾ ടാക്സിയാണ്, അത് വർഷം ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓടാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ യൂബർ ആഡ് ചെയ്തിട്ട് നമ്മളത് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് ഓടാനിറങ്ങിയ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നിസ്സാര ഓട്ടങ്ങളൊന്നും ഓടിയുള്ളൂ, ഞായറാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂബർ വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ വണ്ടിക്കാരനെ ജസ്റ്റ് ഒന്ന് വിളിക്കുക. നിങ്ങൾക്ക് റൈഡ് ക്യാൻസൽ ചെയ്താൽ പിന്നെ അയാളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ റൈഡ് ക്യാൻസൽ ചെയ്യാൻ മുമ്പ് നിങ്ങൾ അവരെ വിളിച്ചിട്ട് ചോദിക്കുക വണ്ടി എത്താറായോ എന്ന് ചോദിക്കുക. എന്നിട്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർക്കും ഒരു സന്തോഷമായിരിക്കും, നിങ്ങൾക്കും അത് ഇതാണ്. പക്ഷേ നിങ്ങൾ കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ആ റൈഡ് എനിക്ക് കൺഫേമാണ്, ഇപ്പോൾ ഇന്ന് അടിച്ച ഒരു റൈഡ് വന്നത്, ആ കൺഫേം നിങ്ങൾ ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് യൂബറായിട്ട് ഒന്നും തരില്ല, നമ്മൾ ആ ഓടിയ ഓട്ടം വെറുതെ പാഴാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഓട്ടം വിളിക്കുമ്പോൾ ആ പൈസ അവർ നിങ്ങളുടേത് പിടിക്കും, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.